ഒരിക്കലൊരു മാൻകുട്ടിയുടെ പിന്നാലെ ഒരു സിംഹവും ഒരു കരടിയും പാഞ്ഞു. താമസിയാതെ മാൻകുട്ടി പിടിയിലാവുകയും അതിൻ്റെ കഥ കഴിയുകയും ചെയ്തു. കൊന്നിട്ട മാൻകുട്ടിയുടെ ജഡത്തിനായി സിംഹവും കരടിയും വഴക്കിട്ടു. രണ്ടാളും അല്പം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു. അവനവന് പൂർണ്ണമായും ജഡം അവകാശപ്പെട്ടതാണെന്ന് രണ്ടു കൂട്ടരും വാദിച്ചു. പിടിവാശി മൂത്തപ്പോൾ ഒരേ ഒരു പരിഹാരം മാത്രം: ഏറ്റുമുട്ടുക. കയ്യൂക്കുള്ളവന് മാൻ സ്വന്തമാകട്ടെ. അതാണല്ലോ കാട്ടിലെ നിയമവും. സിംഹവും കരടിയും യുദ്ധം ആരംഭിച്ചു. പൊരിഞ്ഞ യുദ്ധം. ഗർജനങ്ങൾ കൊണ്ട് കാടാകെ കുലുങ്ങി. മറ്റു മൃഗങ്ങൾ ഭയന്നു വിറച്ചു. എന്നിട്ടും അവർ അടിനിർത്തുന്ന ലക്ഷണമില്ല. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം. കിളികൾ പേടിച്ചു പറന്നു. രണ്ടുപേരും ശരിക്കും ക്ഷീണിതരും അവശരുമായി. അവസാനം അവർ കുഴഞ്ഞു വീണു. അപ്പോഴും ഇരുവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. സ്വല്പം മാറി മാനിറച്ചി ആരും കൈവയ്ക്കാതെ കിടന്നു. അപ്പോഴാണ് ആ വഴി ഒരു കൗശലക്കാരൻ കുറുക്കൻ വന്നത്. അവൻ ശരിക്കും സന്തോഷിച്ചു. അനങ്ങാൻ മേലാത്ത വായിൽ കൂടി നുരയും പതിയും ഒഴുക്കി കിടന്നിരുന്ന രണ്ടുപേരെയും അവൻ പരിഹസിച്ചു. എന്നിട്ട് ഇളം മാനിൻ്റെ ജഡം വലിച്ചു വെച്ച് അവൻ്റെ മാളത്തിലേക്ക് കൊണ്ടുപോയി. വിവേകമില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പലതും നഷ്ടമാകും. കലഹത്തെക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം അനുരഞ്ജനമാണ്.